യമഹ RX100 ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ബൈക്ക് പ്രേമികളുടെ മനസ്സിൽ ഒരു പ്രത്യേക വികാരം ഉണ്ടാകും. RX100 ഒരു സാധാരണ ബൈക്കല്ല, അത് ഒരു കാലഘട്ടമാണ്, ഒരു തലമുറയുടെ ഓർമ്മയാണ്. പക്ഷേ ഇന്നത്തെ ചോദ്യം ഇതാണ്: 2026-ൽ RX100 വാങ്ങണോ, അതോ ഇത് വെറും നൊസ്റ്റാൾജിയാണോ? RX100 എപ്പോഴാണ് ഇറങ്ങിയത്? യമഹ RX100 ഇന്ത്യയിൽ പുറത്തിറങ്ങിയത് 1985-ലാണ്. ആ കാലത്ത് 100cc ബൈക്കുകളിൽ ഇത്ര പവർ, ഇത്ര ലഘുവായ ബോഡി വളരെ അപൂർവമായിരുന്നു. 2 സ്ട്രോക്ക് എഞ്ചിൻ, ലളിതമായ ഡിസൈൻ, ഉടൻ പ്രതികരിക്കുന്ന പിക്കപ്പ്. അതുകൊണ്ടാണ് RX100 ഒരു ഇതിഹാസമായി മാറിയത്. എഞ്ചിൻ ആൻഡ് പ്രകടനം: RX100-ൽ ഉണ്ടായിരുന്നത് 98 സിസ്റ്റർ C2 സ്ട്രോക്ക് എഞ്ചിനാണ്. കാഗിതത്തിൽ നമ്പറുകൾ ചെറുതായി തോന്നാം, പക്ഷേ റൈഡ് ചെയ്യുമ്പോൾ അനുഭവം അത്ര ലളിതമല്ല. ത്രോട്ടിൽ കൊടുത്താൽ ബൈക്ക് മുന്നോട്ട് ചാടുന്ന പോലെ ഒരു ഫീൽ. ഇന്നത്തെ ബൈക്കുകളുമായി താരതമ്യം ചെയ്താൽ ടോപ്പ് സ്പീഡ്, മൈലേജ്, സേഫ്റ്റി എന്നിവ ശരാശരിയാണ്. പക്ഷേ ഫൺ ഫാക്ടർ, അതിന് ഇന്നും ഒരു മത്സരമില്ല. ആളുകൾ ഇഷ്ടപ്പെടുന്ന RX100 കാരണങ്ങൾ: ഭാരം വളരെ കുറവ്, ശബ്ദം വ്യത്യസ്തം, പിക്കപ്പ് വളരെ വേഗം, മെക്കാനിക്കൽ ഡിസൈൻ ലളിതം. RX100 ഓടിക്കുമ്പോൾ ബൈക്കും റൈഡറും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്ന പോലെ ഒരു അനുഭവം കിട്ടും. RX100-യുടെ നെഗറ്റീവുകൾ: 2026-ൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. മൈലേജ്: 2 സ്ട്രോക്ക് എഞ്ചിൻ ആയതിനാൽ ഇന്ധനക്ഷമത വളരെ കുറവാണ്. സ്പെയർ പാർട്സ് പ്രശ്നം: ഒറിജിനൽ പാർട്സ് ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മാർക്കറ്റിൽ നകലി പാർട്സ് കൂടുതലാണ്. മെയിൻ്റനൻസ്: ദൈനംദിന ഉപയോഗത്തിന് RX100 പ്രായോഗികമല്ല. നിയമപരമായ പ്രശ്നങ്ങൾ: പഴയ RX100കളിൽ പൊല്യൂഷൻ, രജിസ്ട്രേഷൻ പ്രശ്നങ്ങൾ വരാൻ കഴിയും. വില വർധന: നല്ല അവസ്ഥയിലുള്ള RX100കൾ ഇപ്പോൾ അമിത വിലയിലാണ്. 2026-ലെ RX100 വില യാഥാർത്ഥ്യം: നല്ല കണ്ടീഷനിലുള്ള റുക്സ് 100,2026-ൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ വിലയാകും. അതിനു പുറമെ മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ്, സമയം എന്നിവയ്ക്കും ചെലവുണ്ടാകും. 2026-ൽ RX100 വാങ്ങണോ? ഇത് പൂർണ്ണമായും നിങ്ങൾ ഏത് തരത്തിലുള്ള റൈഡറാണ് എന്നതിനെ ആശ്രയിച്ചാണ്. വാരാന്ത്യ യാത്രകൾ: നൊസ്റ്റാൾജിക്കായി കളക്ഷൻ ആവശ്യത്തിന് RX100 നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. പക്ഷേ ദിവസേന ഓഫീസ് യാത്ര, കുറഞ്ഞ മെയിൻ്റനൻസ്, നല്ല മൈലേജ്, പൂർണ്ണ പ്രായോഗികത ഇവയാണ് മുൻഗണനയെങ്കിൽ RX100 ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്റെ സത്യസന്ധമായ അഭിപ്രായം: RX100 2026-ൽ ഹൃദയത്തിനുള്ള ബൈക്കാണ്, ബുദ്ധിക്കുള്ളതല്ല. അവസാന ചോദ്യം: നിങ്ങളായിരുന്നാൽ RX100 വാങ്ങുമോ, അതോ അതിനെ ഒരു ഓർമ്മയായി മാത്രം മനസ്സിൽ സൂക്ഷിക്കുമോ? കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ. RX100 പ്രേമികൾ ഇവിടെ ഉണ്ടോ?